ഒരു എക്സൽ വർക്ക്ഷീറ്റിൽ എക്സ്ലുക്കപ്പ് ഫംഗ്ഷൻ എങ്ങനെ ഉപയോഗിക്കാമെന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. വളരെ ചെറിയൊരു ടേബിൾ ഉപയോഗിച്ചാണ് കാണിക്കുന്നതെങ്കിലും എത്ര വലിയ ടേബിൾ ആണെങ്കിലും നമുക്കിതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമുക്കിവിടെ ഈ ടേബിളിൽ ഒരു റെസ്റ്റോറൻറ്റിലെ ജോലിക്കാരുടെ പേരും അവരുടെ ജോലിയും അവരുടെ സാലറിയും കാണാവുന്നതാണ്. ഇനി നമുക്ക് നെയിം എന്ന കോളത്തിലെ ഒരാളുടെ പേര് വെച്ച് അയാളുടെ സാലറി എക്സ്ലുക്കപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ച് എങ്ങനെ കാണാമെന്ന് നോക്കാം. അതിനായി നെയിം എന്ന ഈ കോളത്തിലെ ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്തു. ഇവിടെ ഉദാഹരണത്തിനായി മിലൻ എന്ന് ടൈപ്പ് ചെയ്യുന്നു. മിലൻ. ഇനി എക്സ്ലുക്കപ്പ് ഫംഗ്ഷൻ ഉപയോഗിക്കാം. അതിനായി സാലറിക്ക് തൊട്ട് താഴെയുള്ള ഈ സെല്ല് സെലക്ട് ചെയ്തു. ഈക്വൽ എക്സ്ലുക്കപ്പ് ഫംഗ്ഷൻ. ലുക്കപ്പ് വാല്യൂവിന് വേണ്ടി മിലൻ എന്ന ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു. കോമ. ലുക്കപ്പ് എറേക്ക് വേണ്ടി നെയിം എന്ന ഈ കോളം ഹെഡിങ്ങോട് കൂടി സെലക്ട് ചെയ്യുന്നു. കോമ. നമുക്കിവിടെ സാലറിയാണ് കാണേണ്ടത്. റിട്ടേൺ അറേയായി നമുക്ക് സാലറിയാണ് ലഭിക്കേണ്ടത്. അതുകൊണ്ട് സാലറി എന്ന ഈ കോളം സെലക്ട് ചെയ്യുന്നു. എൻ്റർ. ഇപ്പോൾ നമുക്കിവിടെ മിലൻ്റെ സാലറി 30,000 എന്ന് നമുക്കിവിടെ കാണാം. ഇനി നമുക്ക് സാലറി ഉപയോഗിച്ച് ഒരാളുടെ പേര് എങ്ങനെ കാണാമെന്ന് നോക്കാം. ഉദാഹരണത്തിന് ഇവിടെ 28,000 എന്ന് എൻ്റർ ചെയ്യുന്നു. തൊട്ട് ഇപ്പുറത്തുള്ള സെല്ല് സെലക്ട് ചെയ്തു. ഈക്വൽ എക്സ്ലുക്കപ്പ് ഫംഗ്ഷൻ. ലുക്കപ്പ് വാല്യൂവിന് വേണ്ടി 28,000 എന്ന ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു. കോമ. ലുക്കപ്പ് എറേ സാലറി എന്ന ഈ സെല്ലുകളാണ്. ഇത് സെലക്ട് ചെയ്യുന്നു. കോമ. റിട്ടേൺ അറേക്ക് വേണ്ടി, അതായത് നമുക്കിവിടെ പേരാണ് ലഭിക്കേണ്ടത്, അതുകൊണ്ട് നെയിം എന്ന ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. എൻ്റർ. ഇപ്പോൾ നമുക്കിവിടെ കാണാം 28,000 സാലറി ഉള്ള വ്യക്തി ഹുസൈനാണ് എന്ന് നമുക്കിവിടെ കാണാം. ഒരു ഫോർമുല ഉപയോഗിച്ച് തന്നെ നമുക്കിനി അത് ചേഞ്ച് വരുത്തിയാൽ അവിടെ സാലറി എന്ന കോളത്തിൽ ചേഞ്ച് വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണത്തിന് മിലൻ എന്ന് ചേഞ്ച് ചെയ്ത് സാഹർ എന്ന് ആക്കി കൊടുക്കുന്നു. എൻ്റർ. ഇപ്പോൾ നമുക്കിവിടെ കാണാം സാഹറിന് നേരെ 25,000 വന്നതായിട്ട് കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക.